അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പട്ടികയിൽ നിന്ന് അനർഹരായ വോട്ടർമാരുടെ പേര് നീക്കം ചെയ്യണം. ഒപ്പം അർഹതപ്പെട്ട വോട്ടർമാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ടാക്കണം. ഇത് വോട്ടർ പട്ടികയിലെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഇതുപ്രകാരം ഒരു KK അസൈന, ഇത് തളിപ്പറമ്പ് മണ്ഡലത്തിലാണ്, അദ്ദേഹത്തിന് 94-ാം പോളിംഗ് സ്റ്റേഷനിൽ 451-ാം നമ്പർ വോട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ 11-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ 730-ാം നമ്പർ വോട്ടുമുണ്ട്. ഇതൊക്കെ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കുന്നില്ല. അപ്പോൾ അർഹതപ്പെട്ട യഥാർത്ഥ വോട്ടർമാരുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതും അനർഹരായ ആളുകളെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തതും ഗൗരവമായ രീതിയിൽ അന്വേഷണം നടത്തി നീതിപൂർവമായി നിയമാനുസൃതമായി വോട്ടർ പട്ടിക തയ്യാറാക്കണം. SIRന്റെ മറവിൽ അർഹതപ്പെട്ട വോട്ടർമാർക്ക് വോട്ട് നിഷേധിച്ചുകൂടാ. ബീഹാറിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും സ്ത്രീകളും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം പേർ. സമാന രീതിയിൽ മറ്റു ചില സംസ്ഥാനങ്ങളിലും അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. അത്തരമൊരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് നീതിപൂർവമായി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടത്തണം. ഇക്കാര്യമാണ് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇതിലിപ്പോൾ ഞങ്ങൾ ഈ തെളിവുകളും ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ വസ്തുതകളുണ്ട്, ഈ പരാതിയിൽ ന്യായമായ വസ്തുതകളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഉടൻ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഞങ്ങളുടെ യോഗത്തിന് ശേഷം വിളിച്ചു ചേർത്തതായി മനസ്സിലാക്കുന്നത്. തീർച്ചയായും നോ മാപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പൗരത്വ രേഖ ഹാജരാക്കാൻ പറയാൻ നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ അധികാരമില്ല. ജനപ്രാതിനിധ്യ നിയമത്തിലോ അതിൻ്റെ ചട്ടത്തിലോ പൗരത്വം പരിശോധിക്കാനുള്ള അവകാശം അവർക്കില്ല. ഇനി ഈ പരിശോധനയെല്ലാം കഴിഞ്ഞു, പൗരത്വമില്ലാത്തവർക്ക് വോട്ട് പട്ടികയിൽ ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ പൗരത്വം ഉള്ളവർ മാത്രമായി പട്ടിക ശുദ്ധീകരിക്കാൻ നോക്കിയത്. എന്താ കേരളത്തിൻ്റെ അനുഭവം? ഇത് ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് നൽകിയിട്ടുള്ള കുറിപ്പാണ്. പേജ് നമ്പർ 6, ഫെബ്രുവരി 20. അതിൽ അദ്ദേഹം പറഞ്ഞത് അന്തിമ വോട്ടർ പട്ടികയിൽ യോഗ്യതയില്ലാത്തതിനാൽ ഒഴിവാക്കപ്പെട്ടവർ ആകെ 49,682, മരണപ്പെട്ടവർ 4,489, വിദേശ പൗരത്വം 1,691, താമസം മാറിയവർ 43,502. എലിയെ പിടിക്കാൻ ഇല്ലം ചുടുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വിദേശ പൗരത്വം ഉള്ളവർ വോട്ടർ പട്ടികയിലുണ്ട് എന്നും പറഞ്ഞ് ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തിയ SIR ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനാണ് എന്നത് തർക്കമറ്റ കാര്യമല്ലേ? ആകെ 1,691. അത് പാസ്പോർട്ട് അതുപോലെ തന്നെ വിസ എന്നിവ നോക്കിയിട്ട് എടുക്കാവുന്ന കാര്യമല്ലേ? പാസ്പോർട്ട് ഓഫീസിൽ പോയാൽ അതിൻ്റെ രേഖ നോക്കിയാൽ തന്നെ ഇത് കണ്ടെത്താൻ കഴിയില്ലേ? ആരെങ്കിലും കേരളത്തിൽ താമസിക്കുന്നവർക്ക് നേരത്തെ ഇന്ത്യൻ പൗരത്വമുള്ളവർ
ദീർഘകാലം വിദേശത്ത് ജോലി ചെയ്തവർ ആരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടോ, അവർക്ക് പൗരത്വമുണ്ടോ? ആകെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവരുടെ രേഖയിൽ പറയുന്ന 1691. എന്തിനാണ് ഈ 19 ലക്ഷത്തെ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത്? ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയാണെന്നാണ് ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് SIR പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ വളഞ്ഞ വഴിയിലൂടെ കൊണ്ടുവന്ന ഒരു ഉപായം മാത്രമാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കില്ലെന്നും NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ തയ്യാറാക്കില്ലെന്നും എന്നാൽ ജാതി സെൻസസ് നടത്തുമെന്നും ഒപ്പം കേരളത്തിലുള്ള എല്ലാവർക്കും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുമെന്നും വ്യക്തമാക്കിയത്. അതിനൊരു നിയമവും കൊണ്ടുവന്നു. കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ബിൽ പാസ്സാക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, കേരള മക്കളെ ഒരാൾക്കും കേരളത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല. കേരള മക്കൾ സുരക്ഷിതരാണ്. അവരുടെ കയ്യിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം ഈ SIRനും പൗരത്വ ഭേദഗതി നിയമത്തിനും എതിരായി എടുത്ത നിലപാട് ശരിയാണെന്നാണ് ഈ SIR പ്രവർത്തനത്തിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന്മേൽ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓക്കെ.